എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല നാടൻ മത്തിക്കറിയാണേ. നല്ല ടേസ്റ്റോട് കൂടി ഇത് എങ്ങനെയാണ് തയ്യാർ ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി വൈകിക്കേണ്ട, വീഡിയോയിലോട്ട് പോവാം. മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് ഉലുവയൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് പൊട്ടി വരട്ടെ. ഈ ഒരു സമയം ഇതിനകത്തോട്ട് 2 ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണയിൽ കിടന്ന വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരും. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിനകത്തോട്ട് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും, പിന്നെ വേണ്ടത് നല്ല ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇനി ആ എണ്ണയിൽ കിടന്ന ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കൂടെ തുറന്ന് വെച്ച് ഇതുപോലെ വെക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളി ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഏകദേശം ഈ ഒരു ലെവലാകുമ്പോൾ ഇതിനകത്തോട്ട് ഒരു വലിയൊരു തക്കാളി പ്യൂരി ചെയ്തതാണ്, തക്കാളിയുടെ പേസ്റ്റ് കൂടെ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു എണ്ണയിൽ കിടന്ന തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് തക്കാളിയുടെ പച്ചമുളകൊന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു സമയം വരും. അതുവരെ ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് നേരം ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നോക്കൂ, തക്കാളിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുകളിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒരു 10 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല രീതിയിൽ വഴറ്റുമ്പോഴത്തേനും പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് തെളിഞ്ഞ് വരും. അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിവെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, വാളൻപുളി. അപ്പോൾ പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ ഒരു 10 മിനിറ്റ് നേരം ചെറുതീയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/4 ഗ്ലാസ് അളവിൽ വാളൻപുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നല്ല ഇതിലൊന്ന് തിളയ്ക്കണം. ഈ പുളിവെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാനുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ അളവിൽ വെള്ളം ഒരു 1.5 ഗ്ലാസ്, അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒരു 10 മിനിറ്റ് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ മീനിനകത്തോട്ട് നാരങ്ങ നീര്, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതാണ്. നമ്മുടെ പുളിവെള്ളമൊക്കെ ഇതാ നോക്കൂ, നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ കുഞ്ഞൻ മത്തിയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞനായതുകൊണ്ട് തന്നെ വരഞ്ഞു കൊടുക്കണമെന്നില്ല, കുറച്ചധികം വലുപ്പമുള്ള കഷ്ണങ്ങളാണെങ്കിൽ ഒക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്തായാലും ഓരോന്ന് വീതം പുളിവെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരും. മുകളിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവാകുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു അടച്ച് വെച്ചൊരു 10 മിനിറ്റ്. അപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം നാടൻ മത്തിക്കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.